ഹായ് ഹലോ നമ്മൾ ഇന്ന് കർക്കിടകത്തിൽ ഇലത്തോരൻ വെക്കാൻ പോവാം കേട്ടോ. അതിന് വേണ്ടി 10 ഇലയൊന്നും കിട്ടിയിട്ടില്ല, പറമ്പിലുള്ള ഇലയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ വലിക്കുന്നത് കുമ്പളത്തിൻ്റെ ഇലയാണ് കേട്ടോ, തളിരിലയാണ് വലിക്കുന്നത്. വലിച്ചുകൊണ്ട് വന്നപ്പോഴാണ് കണ്ടത് സൈഡിൽ പുളിയുറുമ്പ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കണ്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വേഗം മാറി. പിന്നെ നമ്മൾ വലിക്കാൻ പോയത് ചേന ഇലയാണ് കേട്ടോ. ചേനയുടെ തളിരില നോക്കി അധികമൊന്നും വലിച്ചില്ല, കുറച്ച്. പിന്നെ നമ്മൾ ചേമ്പിൻ്റെ ഇല, അതും തളിരിലയാട്ടോ വലിച്ചത്. ഈ വയലറ്റ് കളറിലുള്ളത് പലർക്കും അറിയില്ല എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു വലിയൊരു ചേമ്പിൽ വലിച്ച് ഈ ഇലകളൊക്കെ അതിലോട്ട് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ വലിക്കാൻ പോണത് തുമ്പയാണ് കേട്ടോ. നിങ്ങൾ എന്താ പറയണമെന്നറിയില്ല, ഈ സാധനം ചൊറിയൂല്ലേ. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് സാധാരണ വലിക്കുക. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ചു. വലുതായിട്ട് ചൊറിഞ്ഞൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കിട്ടിയത് കുറച്ച് വലിച്ചു ഞാൻ. പിന്നെ നമ്മൾ വലിക്കാൻ പോയത് നമ്മുടെ സാമ്പാറില്ലേ ഏട്ടാ. ഞാൻ ഇതൊക്കെയാണ് കേട്ടോ തോരൻ വെക്കണത്. സാമ്പാറെല്ലാം സാധാരണ വഴുവഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും ഇഷ്ടമല്ല. പക്ഷെ തോരൻ വെച്ച് കഴിയുമ്പോൾ ആ വഴുവഴുപ്പൊക്കെ മാറും കേട്ടോ. ഇവിടെ അത്യാവശ്യം കുറേ ഉണ്ട്. പിന്നെ ഞാൻ വലിച്ചത് മൾബറിയുടെ ഇലയാണ്. ഞാൻ പറഞ്ഞില്ലേ 10 ഇലകളെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെയൊക്കെ കൂട്ടിയിട്ടാണ് വെക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതൊക്കെ വെച്ചത്. പിന്നെ നമ്മുടെ പ്രഷർ ചീരയില്ലേ, വേലിച്ചീര എന്നൊക്കെ പറയില്ലേ, ഉള്ളതൊക്കെ കൊണ്ടാണ് ഞാൻ വെക്കണം കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഈ തുമ്പയൊക്കെ അരിയാൻ വേണ്ടി ഞാൻ ചേമ്പിലയില്ലേ, അതിങ്ങനെ ചേമ്പിലയിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊന്നും അധികം ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് എല്ലാം കഴുകിയിട്ട് വന്നിട്ടാട്ടോ ഞാൻ. പിന്നെ ഇതിൻ്റെ തണ്ട് മാറ്റി അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ ഈ പ്രഷർ ചീരയുടെ മാത്രം ആ തണ്ടൊക്കെ അങ്ങോട്ട് മാറ്റി കളഞ്ഞു കേട്ടോ. പിന്നെ ഈ സാമ്പാർ ചീര വഴുവഴുപ്പുള്ളതുകൊണ്ട് പലർക്കും ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷേ ഈ തോരൻ വെച്ച് കഴിയുമ്പോൾ അത് മുഴുവൻ നമ്മൾ നന്നായിട്ട് വഴറ്റിയൊക്കെ കഴിയുമ്പോൾ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വെച്ചത്. സാമ്പാറിലൊക്കെ ഇടാറുണ്ട്. വെച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ കൂടെ വയ്ക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ കൂടാതെ മത്തൻ്റെ ഇലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് സെപ്പറേറ്റ് കിട്ടിയതാണ്, ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കർക്കിടകത്തിൽ 10 ഇലയുടെ പേര് പറയില്ല, ആ 10 ഇല വേണമെന്നില്ല. നമ്മുടെ പറമ്പിലുള്ളതൊക്കെ എടുത്താൽ മതി കേട്ടോ. എനിക്കിവിടെ ഏകദേശം ഒരു 8 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ തപ്പാനൊന്നും പോയില്ല, ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുള്ള ആ ഇലകളൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടി വന്ന ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂണോളം അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മട്ടരി ഇട്ട് കൊടുത്തേക്കണത്, പച്ചരി വേണ്ട കേട്ടോ. ഏതെങ്കിലും പുഴുങ്ങലരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് 1 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ അരിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങും കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. വേഗം ആവും കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട, അത് പെട്ടെന്ന് ആയിക്കോളും. ഇപ്പം നമ്മുടെ അരിയുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 5-6 ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. 1 മിനിറ്റിന് ശേഷം ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഓണാക്കിയിടാനും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ചീര കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒന്ന് മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഓരോ ചീരയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ, ഒന്നും മാറ്റി വയ്ക്കാനില്ല. മുരിങ്ങയില മാത്രമാണ് കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ വേര് ഒരുപാട് വിഷാംശം ഈ സമയത്ത് വലിച്ചെടുക്കുക, അത് നമ്മുടെ ഇലകളിൽ സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് കഴിക്കരുത് എന്നൊക്കെ പറയണത്. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങനെ കേട്ടേക്കണം കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു വഴുവഴുപ്പ് തോന്നും കേട്ടോ. കാരണം നമ്മുടെ സാമ്പാർ ചീരയില്ല, ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. പലർക്കും ഇഷ്ടമല്ല, പക്ഷെ അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് വഴുവഴുപ്പായിട്ട് തോന്നും കേട്ടോ. നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയൊക്കെ വരുമ്പോൾ ആ വഴുവഴുപ്പ് മുഴുവൻ പോകും കേട്ടോ. പിന്നെ ഡ്രൈ ആയി
കിട്ടും നമുക്ക് ഈ ഒരു തോരൻ. അടച്ച് വയ്ക്കാതെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമ്മുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലോട്ട് 3 ടീസ്പൂണോളം തേങ്ങ ചിരകിയത്, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ ചീരയൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നത്. ചീര അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ല, തുറന്ന് തന്നെ വേവിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരപ്പല്ല ചതച്ച് വെച്ചത് തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ തേങ്ങയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നോടം വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെക്കണ്ട കേട്ടോ. ഇത് നമ്മൾ തട്ടിപ്പൊത്തി വെക്കുക എന്നൊക്കെ പറയും, പക്ഷേ അത് അടച്ച് വെച്ചിട്ടാണ് ചിലരിത് വേവിക്കണ കണ്ടേക്കണത്. പക്ഷെ ഞാൻ തുറന്ന് തന്നെ വെച്ചു കേട്ടോ. അപ്പോഴാണ് ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കാരണം ആ വഴുവഴുപ്പൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. ഒരുപാട് ഡ്രൈ അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും കേട്ടോ. എപ്പോഴും ചീര തോരനൊക്കെ വെക്കുമ്പോൾ തേങ്ങ കുറച്ചേ എടുക്കാവൂ കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കുറച്ച് അധികം എടുത്തു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകും കേട്ടോ. ഇപ്പം നമ്മുടെ ഇലത്തോരനൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. വഴുവഴുപ്പൊന്നും ഇല്ലല്ലോ. ഇപ്പം നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയേക്കണ കണ്ടോ. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇലത്തോരൻ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.